നാടാർ രാഷ്ട്രീയ ഉണർവിനുള്ള ആഹ്വാനം. നാടാർ സമൂഹത്തിന്റെ ശബ്ദം. നാടാർ സമൂഹത്തിലെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമസ്കാരം. എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതു കേരള നാടാർ മഹാജന സംഘത്തിന്റെ പ്രസിഡന്റായി മാത്രമല്ല, അഭിമാനവും കഠിനാധ്വാനവുമുള്ള ഒരു സമൂഹത്തിന്റെ എളിയ പ്രതിനിധിയായാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒപ്പം നിന്ന് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അക്ഷീണം പ്രവർത്തിച്ച, എന്നിട്ടും നമുക്ക് അർഹമായ അംഗീകാരവും നേതൃത്വവും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം. പതിറ്റാണ്ടുകളായി നാടാർ സമൂഹം കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വിജയങ്ങൾക്ക് പിന്നിലെ പ്രേരകശക്തിയാണ്. നമ്മുടെ ആളുകൾ പോസ്റ്ററുകൾ ഒട്ടിച്ചു, പാർട്ടിക്കാരുടെ പതാകകൾ കെട്ടിയും, മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു, ചുവരുകളിൽ എഴുതിയും രാഷ്ട്രീയ പാർട്ടികളുടെ വിജയത്തിനായി തെരുവുകളിൽ നടന്നു. എന്നാൽ നമുക്ക് എന്താണ് പ്രതിഫലമായി ലഭിച്ചത്? പിന്നോക്ക സമുദായമായി അംഗീകരിക്കപ്പെട്ടിട്ടും നമ്മുടെ ജനങ്ങളെ എല്ലാ തലങ്ങളിലും അവഗണിക്കുകയും മാറ്റിനിർത്തുകയും നേതൃത്വം നിഷേധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സത്യം കൈപ്പേറിയതാണ്. ഭരണപ്രതിപക്ഷ മുന്നണികളെ നിയന്ത്രിക്കുന്നത് അധികാരം പരസ്പരം മാറ്റുന്ന ഒരുപിടി മുൻനിര സമുദായ നേതാക്കളാണ്. അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ശക്തി ഉപയോഗിക്കുന്നു, പക്ഷേ അധികാരം പങ്കിടുമ്പോൾ നമ്മെ മറക്കുന്നു. ഇത് വെറും അനീതിയല്ല, ഇത് ചൂഷണമാണ്. കേരള നാടാർ മഹാജന സംഘം മൗനം പാലിച്ചിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിരവധി നിവേദനങ്ങൾ ഇത് സംബന്ധിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വാതിലുകളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി നേതാക്കളെ കാണുകയും പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കുകയും രാഷ്ട്രീയ കമ്മിറ്റികളിലും നേതൃസ്ഥാനങ്ങളിലും ന്യായമായ ഉൾപ്പെടുത്തൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ ലോറൻസ് പാർട്ടി നേതാക്കളുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തി നീതി, അന്തസ്, ന്യായമായ പ്രാതിനിധ്യം എന്നിവയ്ക്കായി അഭ്യർത്ഥിച്ചു. എന്നാൽ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്കും ഓർമ്മപ്പെടുത്തലുകൾക്കും ശേഷവും അർത്ഥവത്തായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നു. ഞാൻ ഇത് വളരെ വ്യക്തമായി പറയട്ടെ. ഈ വിവേചനവും അവഗണനയും തുടർന്നാൽ നാടാർ സമൂഹം അവരുടെ രാഷ്ട്രീയ നിലപാട് പുനർവിചിന്തനം ചെയ്യും. മറ്റുള്ളവരുടെ വിജയത്തിനുള്ള ഉപകരണങ്ങളായി സ്വയം കണക്കാക്കാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല. ഞങ്ങളുടെ വോട്ടുകൾ, ഞങ്ങളുടെ ശ്രമങ്ങൾ, ഞങ്ങളുടെ വിശ്വസ്തത എല്ലാം മൂല്യമുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കാനാവില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, പക്ഷേ ഞങ്ങൾ അനീതിക്കും അസമത്വത്തിനും എതിരാണ്. ഞങ്ങൾ മാന്യത തേടുന്നു, ദാനധർമ്മത്തിനല്ല. ഞങ്ങൾ പങ്കാളിത്തം തേടുന്നു, ഔദാര്യമായിട്ടും സഹാനുഭൂതിയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ജനസംഖ്യാനുപാതികമായി അർഹമായ സ്ഥാനങ്ങൾ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. 45 ലക്ഷത്തോളം അംഗങ്ങളുമുള്ള ഒരു സമുദായത്തോട് അനീതിയാണ് കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കേരളത്തിലെ നേതാക്കൾ ഇത് ഉറക്കെ കേൾക്കട്ടെ. നാടാർ സമൂഹം അവഗണിക്കപ്പെടുന്നത് തുടരുകയാണെങ്കിൽ ശക്തമായ ഒരു സമൂഹം ഉണ്ടാകും. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നൽകുന്ന പ്രതികരണം നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കും. നമ്മുടെ ജനങ്ങൾ രാഷ്ട്രീയ ജാഗ്രതയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കും. നമ്മുടെ സംഭാവനകളെ അംഗീകരിക്കുന്ന, നമ്മുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്ന നേതൃസ്ഥാനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുന്നവരെ മാത്രമേ നാം പിന്തുണയ്ക്കൂ. ഇത് ഉണർവിന്റെ സമയമാണ്. വ്യത്യസ്ത പാർട്ടികളിലെ അംഗങ്ങളായിട്ടല്ല, നാടാർ സമുദായത്തിന്റെ അഭിമാനികളായ പുത്രീപുത്രന്മാരായി നമുക്ക് ഒന്നിക്കാം. നമ്മുടെ കൂട്ടായ അന്തസ്സിനും ഭരണത്തിൽ നമ്മുടെ ന്യായമായ പങ്കിനും നമ്മുടെ അടുത്ത തലമുറയുടെ ഭാവിക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാം. നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങൾക്ക് അർഹമായ സ്ഥാനം ചോദിച്ചു വാങ്ങും. തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാവുക. ഇനിയും നമ്മൾ മാറി നിന്നാൽ നമ്മുടെ തലമുറകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഇനിയും പിന്നോട്ടാകും. സമുദായത്തിലെ സ്ത്രീ ശക്തി പുരുഷന്മാർക്കൊപ്പം നിലകൊള്ളണം. ഒന്നിച്ചുനിന്ന് നാടാർ സമൂഹം വെറും ഒരു വോട്ട് ബാങ്കല്ലെന്ന് നമുക്ക് തെളിയിക്കാം. കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ് നമ്മൾ. നമ്മുടെ ഐക്യം നമ്മുടെ സന്ദേശമാകട്ടെ. നമ്മുടെ അന്തസ് നമ്മുടെ ശക്തിയാകട്ടെ. നമ്മുടെ വോട്ട് നമ്മുടെ ശബ്ദമാകട്ടെ. ജയ് നാടാർ മക്കൾ, ജയ് KNMS. നാടാർ സമൂഹത്തിന്റെ ഐക്യം നീണാൾ വാഴട്ടെ.